ഇന്ന് ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമുക്കൊന്ന് പോയി നോക്കാം എല്ലാം റെഡി ആയോ എന്നുള്ളത്. അരി അടുപ്പത്തിടാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് അരി കഴുകാണ്. സാമ്പാർ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ, ഇന്നൊരു ഓണപ്പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഹാളിലാണ് നടക്കുന്നത്. എവിടെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓണപ്പരിപാടി ആകുമ്പോൾ ഫസ്റ്റ് വേണ്ടത് ഓണപ്പൂക്കളമാണല്ലോ. അപ്പോൾ ഓണപ്പൂക്കളം റെഡിയാണ്. അനന്തഗിരി യോഗ സെൻറ്ററിൻ്റെ ഓണപ്പരിപാടി കേട്ടോ ഇന്ന്. അനന്തഗിരി എങ്ങനെയാണെന്നല്ലേ, ആനന്ദനൻ ഗിരിജ, അങ്ങനെയാണ് അനന്തഗിരി വന്നത്. ഇതിന് ഹാളിൻ്റെ ഓൾ ചുറ്റുപാട് ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതാണ് മുൻവശം വരുന്നത്. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പുറം വശം മൊത്തം വരുന്നത്. അപ്പൊ ഗിരിജേച്ചി ഫുൾ റെഡിയാണ് ഓണപ്പരിപാടിക്ക് വേണ്ടി. കോഴിക്കോടിന്റെ കുമാരേട്ടന്റെ മിൽക്ക് സർവത്ത് അറിയാത്തതായിട്ട് ആരുമില്ല. അപ്പൊ കുമാരേട്ടന്റെ മോനാട്ടോ ആനന്ദേട്ടൻ. ആനന്ദേട്ടന്റെ വൈഫാണ് ഗിരിജേച്ചി. ഗിരിജേച്ചി പല വർഷങ്ങളായിട്ടാണ് ഇവിടെ യോഗ എടുക്കുന്നത്. പല ബാച്ചസ് ആയിട്ട് ഓൾറെഡി മക്കൾ ഇറങ്ങിക്കഴിഞ്ഞതാണ്. ഇപ്പോഴും ബാച്ചസിൽ എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി യോഗ ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് N% Mamita and welcome back to my channel. ആദ്യം തന്നെ ദീപമൊക്കെ കത്തിച്ചിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ ആയിട്ടാട്ടോ പരിപാടി തുടങ്ങിയത്. കുറച്ച് പേര് വന്നിട്ട് അവരുടെ അനന്തഗിരി എക്സ്പീരിയൻസ് ഒക്കെ ഫുൾ ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ. തുറക്കും മിസ്ലീഡിംഗ് ആയിട്ടുള്ള 2 പേപ്പറുകൾ ഉണ്ടാകും, ചിലപ്പോൾ 3 ഉണ്ടാവും. തുറന്ന് വായിച്ചിട്ട് പറയും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പ്രാർത്ഥന, പിന്നെ ദീപം തെളിക്കലും, പിന്നെ അത് കഴിഞ്ഞ് കുറേ ഗെയിംസും ഓണക്കൈനീട്ടം അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഐശ്വര്യമായിട്ട് തന്നെയാണ് ഓണപരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഓണം പറയുന്നത് ഒരു ഫെസ്റ്റിവലല്ല, അതൊരു ഇമോഷൻ തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലും എല്ലാവരും തിരിച്ചെത്തി ഒരുമിച്ച് കൂടുന്ന ഒരു ടൈം എന്ന് പറയില്ലേ. കൊറോണയ്ക്ക് ശേഷം ശരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ട് കാണാനും കൂടാനും അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും. പക്ഷെ ആർക്കും ടൈം ഉണ്ടാവാറില്ല അവരുടെ ലൈഫിൽ ഓരോ ബിസി ഷെഡ്യൂൾ കാരണം തന്നെ. പക്ഷേ ഓണം പറയുന്നത്, ഓണം ടൈം എവിടെയായാലും ആരായാലും എല്ലാ ലീവും ഒക്കെ ഒപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ഓണത്തിനെത്താൻ ശ്രമിക്കും നാട്ടിൽ. മലയാളീസിൻ്റെ ഓണം അത്രയ്ക്ക് ഫേമസ് ആണ്. വേറെ സ്റ്റേറ്റിലുള്ളവർക്ക് വരെ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ കൂടെ ഒന്ന് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് പവർഫുൾ ആൻഡ് കളർഫുൾ ആയിട്ടാണല്ലോ മലയാളീസിൻ്റെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവരും എല്ലാ സ്ഥലത്തും. ഒരു ഓണപ്പരിപാടി ആകുമ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാ ഏജിലെ എല്ലാവർക്കും വേറെ തന്നെയാട്ടോ. അതിൻ്റെ ഒരു ഫീലിങ്ങേ വേറെ തന്നെയാണ് ശരിക്കും. മഹാബലിയുടെ അഹങ്കാരമായിരുന്നല്ലോ മറുഭാഗത്തുള്ളത്. ഇതിൽ ഏത് ജയിക്കണം അല്ലെങ്കിൽ ഏതിനാണ്? അപ്പൊ അസൂയേക്കാൾ അപകടകാരിയാണ് അഹങ്കാരം. അതുകൊണ്ടായിരിക്കുമല്ലോ ദേവേന്ദ്രന് വലിയ പരിക്കൊന്നും ഇല്ല, മഹാബലിക്ക് പരിക്കേറ്റു. കാരണം 2 തത്വങ്ങൾ ഒരു അധ്യാപന നിലയിൽ എനിക്കറിയാം. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതരുത്, വിശക്കിന്നിരിക്കുന്നവരോട് പ്രസംഗിക്കരുത്. 2 അപകടം. രണ്ടാം നാടിന്റെ ജീവനെടുത്തവൻ അന്ന് എല്ലാവരും കുറേ പാട്ട് പാടി ഡാൻസ് കളിച്ച്, അതുകൂടാതെ കുറേ ഗെയിംസ് കളിച്ച്, കുറേ ഫോട്ടോസ് എടുത്ത് എല്ലാവരും ഒരുമിച്ച് തകർപ്പൻ പരിപാടിയായിരുന്നു ഓൾ ഇൻ ഓൾ. മോഹം പൊന്നിമുത്തായി മാറ്റും പൂവയലി അത്തം ചിത്തിരച്ചോ നീ വരൂ നീ മുതൽ
അവരൊക്കെ ഉണ്ടായത്. അതിൽ നിന്നാണ് ഇപ്പോൾ അത്രയും ഒരു എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ഓണ പ്രോഗ്രാമിലെ ഓണക്കളികളുടെ വേറെ തന്നെ ഒരു ഹരമാണല്ലോ എല്ലാവർക്കും. പിന്നെ ഓണക്കളികളുടെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ. എല്ലാവരും അത് ആസ്വദിച്ച് എല്ലാവരും ഒരേപോലെ എല്ലാവരും പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു അന്നത്. ഓണപ്പരിപാടിൻ്റെ സമയത്താണല്ലോ എല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും കുറേ ഫോട്ടോസ്, വീഡിയോസ്, ഡാൻസ്, പാട്ട്, കളിക്കുക, കുറേ നല്ല മൂമെൻറ്റ്സ് ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണല്ലോ ഓണ പ്രോഗ്രാം. നമ്മളുള്ളൊരു കുട്ടി എപ്പോഴും ഉണ്ടാവണം എന്ന് പറയില്ലേ, ജീവിതം മുന്നോട്ട് പോകാൻ അതാണ് ഏറ്റവും നല്ലത്. അന്ന് എല്ലാവരും ഗെയിംസിൽ കളിക്കുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യുന്നു. ആ ഓണക്കളികളൊക്കെ ശരിക്കും എല്ലാവരും ഫുൾ ഹാപ്പി മൂമെൻറ്റ്സ്. അവരെല്ലാവരും മനസ്സിലത്തെ ആ ഒരു കുട്ടിക്ക് ജയിക്കാനുള്ളതും അല്ലെങ്കിൽ ആ മൂമെൻറ്റിൽ കളിക്കുമ്പോൾ കിട്ടുന്നൊരു ഫണ്ണ് നമ്മളെ ഉള്ളിലത്തെ ആ ഒരു കുട്ടീനെ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് വന്നാലും നമുക്ക് കൂടുതൽ മുന്നിലേക്ക് എല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ പറ്റും വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. എല്ലാ മൂമെൻറ്റും ജീവിക്കാൻ ശ്രമിക്കണം. നാളത്തേക്ക് ആയിട്ട് ഒന്നും മാറ്റി വെക്കാൻ പാടില്ല. ആ മൊമെന്റിൽ എന്താ ഉള്ളത് അത് ജീവിക്കുക, അതാണല്ലോ ലൈഫ്. കുറേ ഡാൻസും പാട്ടും കളികളൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവർക്കും അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ഈ സദ്യക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ സദ്യത്തെ ഓരോ വിഭവവും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് അവർ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇതിൽ കൂടുതൽ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമേൻ്റെ വേറെ എന്തായാലേ പറയേണ്ടത്. എല്ലാവരും അവരുടെ വീട്ടിൽ അത്രയും സ്നേഹപൂർവ്വമാണ് ഈ കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് നിലത്ത് ഇങ്ങനെ ഇലയിട്ടിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഈ നിലത്തിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ അതിൻ്റെതായ കുറേ ബെനിഫിറ്റ്സും അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു ട്രഡീഷണൽ ഫീല് തന്നെ ഉണ്ട്. ശരി, എല്ലാവരും അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് സദ്യ കഴിച്ച്, അതുകൂടാതെ നിലത്തിരുന്ന് കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കസാലിട്ട് കൊടുത്തിട്ട് വേറെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല സദ്യ അടിപൊളിയായിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ച് പായസം, പപ്പടം എല്ലാം കൂട്ടിയിട്ട്. വിഹാനം വലിയ കാര്യത്തിൽ ഇലയൊക്കെ ഇട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിൽ എത്ര കഴിച്ചിട്ടുണ്ടെന്നുള്ളത് അത് വേറെ തന്നെ കാര്യമാണ്. പക്ഷെ വിഹാനം ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടുഗദർനെസ്, ഈ ഒച്ചയും ബഹളവും പാട്ടും ഈ ഒരു ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും. അവൻ കുറച്ചൊരു പ്രായം വെച്ചതിന് ശേഷം അവൻ അറിയുന്ന പ്രായത്തിൽ ഇതൊക്കെ ഇപ്പോഴാട്ടോ സംഭവിക്കുന്നത്. അപ്പം മൂപ്പര് മാക്സിമം അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഐറ്റമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് സദ്യക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഫുഡ് അടി കഴിഞ്ഞ ശേഷം ഒരു സർപ്രൈസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അടിപൊളി ഒരു ഓണപ്പരിപാടിയായിരുന്നു. നാടോടി നൃത്തം, തിരുവാതിര, സദ്യ, കുറേ ഓണം ഗെയിംസ്, പൂക്കളം, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു അന്ന്. എല്ലാം കൊണ്ടൊരു ബെസ്റ്റ്. അപ്പം അതിന് വലിയൊരു കയ്യടി നമ്മൾ നമുക്ക് കൊടുക്കാം. സംഭവമാക്കി മാറ്റിയതിന് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്ന എൻ്റെ ചേട്ടൻ ഒരിക്കലും അറിയില്ല ഷോപ്പിലാണ്. കാലിന് ചേട്ടന് നന്ദി. അപ്പം വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയില്ല ഒക്കെ നല്ല രീതിയിൽ
ചോദിക്കുന്നുണ്ട്. ഷോപ്പിനെടുക്കാൻ മനസ്സ് വഴിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ദിസ് ഇസ് 10% മമിത സൈനിങ് ഓഫ്.